ഞാൻ ഓർമ്മപ്പെടുത്താൻ താല്പര്യപ്പെടുന്നു. ഞാൻ ആരായിരുന്നു എന്ന് പറയാനല്ല എൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇന്ന് ക്രിസ്തുവിൽ എന്നെ ആരാക്കി തീർത്തു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നത്. കാരണം അങ്ങനത്തെ ഒരു ജീവിത സാഹചര്യമാണ് എൻ്റെത്. എനിക്ക് നിശ്ചയമായിട്ട് ഉറപ്പുണ്ട്, ഇന്ന് ഈ സാഹചര്യത്തിൽ ജീവിക്കുന്ന നിരവധി ആളുകൾ സമൂഹത്തിലുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാർഗ്ഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. നിങ്ങൾക്കൊരു വഴികാട്ടിയായി നിശ്ചയമായിട്ട് മാറും എന്നതിൽ എനിക്കൊരു സംശയവുമില്ല. എൻ്റെ ജീവിതം വഴിമുട്ടിയ ആ സാഹചര്യം ഞാൻ ഇന്നും ഓർക്കുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ചില പ്രത്യേക അനുഭവങ്ങൾ മാത്രം പങ്കുവയ്ക്കാൻ, കാരണം എല്ലാ അനുഭവങ്ങളും ഈ എനിക്ക് ലഭിക്കുന്ന സമയത്തിനകത്ത് പറയുവാൻ എനിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ട എൻ്റെ ജീവിതത്തിലൂടെ പോയ ചില അനുഭവങ്ങളാണ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത്. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ചില അനുഭവങ്ങൾ. എൻ്റെ പപ്പ ഭയങ്കര മദ്യപാനിയായിരുന്നു. മദ്യപിച്ചുകൊണ്ടുവന്ന് അമ്മയെ തല്ലുന്നത് ഞാൻ നിരന്തരം കണ്ടിട്ടുണ്ട്. അന്നൊക്കെ ഭയന്ന് ഓടുന്ന ഒരു അനുഭവം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടു വളർന്ന എനിക്ക് പപ്പായെ വെറുപ്പായിരുന്നു. മമ്മി ആ കാരണം കൊണ്ട് പപ്പായെ ഉപേക്ഷിച്ചു. പപ്പ ഒരു റൗഡി കൂടെ ആയിട്ടാണ് ജീവിച്ചത്. പപ്പായെ ഉപേക്ഷിച്ചു. അപ്പോൾ ഞാനും മമ്മിയും മാത്രമാണ് ഞങ്ങളുടെ വാടക വീട്ടിൽ താമസിച്ചത്. കുടുംബ പ്രാരാബ്ദമെല്ലാം എൻ്റെ മേൽ വന്നതുകൊണ്ട് ജീവിത സാഹചര്യങ്ങൾ എനിക്ക് മുമ്പിൽ വഴി അടയാൻ തുടങ്ങി. എല്ലാ വഴികളും അടഞ്ഞു. പൈസ ഉണ്ടാക്കണമെന്നുള്ളൊരാഗ്രഹം എൻ്റെ മുമ്പിൽ വന്നു. 17 വയസ്സിൽ തന്നെ ഞാൻ മദ്യപാനിയായി തീർന്നു. മയക്കുമരുന്നിന് അടിമയായി തീർന്നു. മദ്യപിക്കുകയും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും അത് കച്ചവടം ചെയ്യാനും തുടങ്ങി. പിടിച്ചുപറി തുടങ്ങി. മോഷണം തുടങ്ങി. 17 വയസ്സായപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് ഏകദേശം അറിയപ്പെടുന്ന ഒരു ക്രിമിനൽ ലിസ്റ്റിൽ ഞാനായി. എന്നെ പോലീസുകാർ പിടിച്ചു. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ട് പല ആവർത്തി. എനിക്ക് എന്നാൽ എൻ്റെ ദുർമാർഗം വിട്ടോ അല്ലെങ്കിൽ പാപപ്രവൃത്തികൾ വിട്ടോ വരാൻ എനിക്കൊരു മനസ്സും ഉണ്ടായിരുന്നില്ല. ഞാൻ അതിൽ തന്നെ തുടരുകയായിരുന്നു. ഞാൻ 18 വയസ്സായപ്പോൾ എനിക്ക് കേസ് ഇവിടെ കൂടിയതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷനായി. മറ്റൊരു സാഹചര്യത്തിൽ ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് നാട് വിട്ടുപോയി. കേരളത്തിൽ നിന്ന് നാട് വിട്ടുപോയി. ഇന്ത്യയുടെ ഏകദേശം 6ഓളം സ്റ്റേറ്റുകളിൽ ഞാൻ ചുറ്റി സഞ്ചരിച്ചു. അന്ന് എൻ്റെ മനസ്സിൽ ഒറ്റ ചിന്തയേ ഉള്ളൂ. കാരണം ഞാൻ ഒരു റിജക്റ്റഡ് പേഴ്സൺ ആയിരുന്നു. ആരെവിടെ പോയിരുന്നാലും എന്നെ നോക്കി പറയുമായിരുന്നു, ബിക്കോസ് ഓഫ് യു, നീ കാരണമാ ഈ കഷ്ടമൊക്കെ വീട്ടിൽ സംഭവിക്കുക, നീ കാരണമാന്ന് എന്നെ നോക്കി പറയാറുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടുന്ന പോലെ വിദ്യാഭ്യാസവും ഇല്ല, പൈസ ഇല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഒതുക്കപ്പെടുന്നത് കൊണ്ട് ഞാൻ അന്ന് ചിന്തിച്ചതാണ്, കാശ് ഉണ്ടാക്കണം. പൈസ ഉണ്ടായെങ്കിലാണ് മതിപ്പും മര്യാദയും ഉള്ളത്. അതുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ പുറപ്പെട്ടു. എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ള വഴി എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ മയക്കുമരുന്ന് കച്ചവടവും അതൊക്കെ ഞാൻ തിരഞ്ഞെടുത്ത് ബ്രൗൺ ഷുഗർ ബിസിനസ്സും ഒക്കെ നടത്തി ഞാൻ മുന്നോട്ട് പോയത്. നാട് വിട്ടുപോയ ഞാൻ തമിഴ്നാട്ടിലും ആന്ധ്ര, കർണാടക ഇങ്ങനെയുള്ള സ്റ്റേറ്റുകൾ, ബോംബെ, ഗോവ ഇവിടെ എല്ലാം ചുറ്റി സഞ്ചരിച്ചിട്ട് തമിഴ്നാട്ടിൽ ഞാൻ ഹോൾട്ടായി. തമിഴ്നാട്ടിൽ ഞാൻ അവിടെ താമസമായി. അവിടെ സ്നേഹിതന്മാർ എനിക്കുണ്ടായി. അപ്പോൾ എൻ്റെ മനസ്സിലെ ആഗ്രഹം ഇതാണ്, എല്ലാവരും എന്നെ കണ്ടാൽ ഭയപ്പെടണം. 2, എനിക്ക് പൈസ ഉണ്ടാക്കണം. ഈ ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. യേശു മാത്രം സമ്പത്താകുന്നു. പ്രതീക്ഷിക്കാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ സാബു ലോറൻസിന്റെ ജീവിതം ഒരു കാലത്ത് മദ്യത്തിനും മയക്കുമരുന്നിന്റെയും പിടിയിലായിരുന്നു. മോഷണവും പിടിച്ചുപറിയും ലഹരിമരുന്ന് കച്ചവടവുമെല്ലാം നിത്യത്തൊഴിലായി കൊണ്ടുനടന്ന കാലം. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായി തിരുവനന്തപുരം പോലീസിന്റെ ക്രിമിനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട സാബു ലോറൻസിന്റെ ജീവിതം ഇന്ന് യേശുക്രിസ്തുവിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ അങ്ങനെ തമിഴ്നാട്ടിലായിരിക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചത് എല്ലാവരും എന്നെ കണ്ടാൽ പേടിക്കണം എന്നുള്ളതാണ്. എന്നാൽ എൻ്റെ ശരീരപ്രകൃതിയോ അല്ലെങ്കിൽ എൻ്റെ നിലവാരമോ അതിന് എന്നെ ആളുകൾ ഭയപ്പെടുവാൻ തക്കവണ്ണമായിരുന്നില്ല. ഞാൻ ആ ദിവസങ്ങൾ ഒരു സാഡിസ്റ്റ് ആയിട്ടാണ് ജീവിച്ചത്. ആ ദിവസങ്ങൾ സാഡിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന ഒരാൾ. മറ്റുള്ള ആളുടെ വേദനയിൽ എനിക്ക് സന്തോഷമായിരുന്നു. മറ്റുള്ള ഒരാൾ മുറിപ്പെട്ടു പോകുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. രക്തത്തിൻ്റെ മണം എനിക്കിഷ്ടമായിരുന്നു. രക്തത്തിൻ്റെ നിറം എനിക്കിഷ്ടമായിരുന്നു. എൻ്റെ വസ്ത്രത്തിൽ രക്തം പരണ്ടാൽ ഞാൻ അത് കഴുകിക്കളയുകയില്ലായിരുന്നു. അതിൻ്റെ നിറം ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. കോഴിയെ ജീവനോട് ഉരിച്ച് നടക്കാൻ വിടുമായിരുന്നു. അത് രക്തമൊലിച്ച് നടക്കുന്നത് കാണാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. മറ്റുള്ള ആളുടെ വേദന, അയാൾ വേദനപ്പെടുന്നത് ഞാൻ ഒരിക്കലും ദുഃഖമായത് കണ്ടിരുന്നില്ല. അതെനിക്ക് ഒരു വേദനയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോയത്. എന്നാൽ ഒരു ദിവസം ഇന്ന് എന്നതുപോലെ ഞാൻ ഓർക്കുന്ന നിരവധി സംഭവങ്ങളിൽ ഒന്നാണ്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഒരുപാട് കേസുകൾ ഞാൻ പിടിക്കപ്പെട്ടു. തമിഴ്നാട്ടിൽ ഞാൻ ജയിലിൽ കിടക്കേണ്ടുന്ന അവസ്ഥ എനിക്കുണ്ടായി. നാഗപട്ടണം ജയിലിൽ കിടക്കേണ്ടുന്ന ഒരു സാഹചര്യം എനിക്കുണ്ടായിട്ട് അതിനെക്കുറിച്ച് ഞാൻ മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ വിവരിച്ച് നിങ്ങളുമായിട്ട് ആ കാര്യം പ്രസ്താവിച്ചോളാം.
ഞാൻ മുന്നോട്ട് പോകട്ടെ. എന്നാൽ ഒരു ദിവസം രാത്രിയിൽ ഞാൻ താമസിച്ചിരിക്കുന്ന സ്ഥലത്ത്, നാഗപട്ടണം എന്ന സ്ഥലത്തായിരുന്നു, ആ ഒരു ദേശത്തായിരുന്നു ഞാൻ താമസിച്ചത്. അതിനടുത്ത് വേളാങ്കണ്ണിയിലാണ് ഞാൻ താമസിച്ചു പോയിരുന്നത്. നാഗപട്ടണത്തിൽ നിന്ന് ഒരു ദിവസം രാത്രിയിൽ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് ഞാനും എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ബസ്സിൽ യാത്ര ചെയ്യാൻ പുറപ്പെട്ടു, ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക്. എന്നാൽ ആ ബസ്സിൽ ഞങ്ങൾക്ക് പരിചിതനല്ലാത്ത ഒരാൾ ഞങ്ങളുടെ കൂടെ യാത്രയ്ക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയ വിജനമായ ഒരു സ്റ്റോപ്പ്, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ നടയിലാണ്, വർഷത്തിൽ മാത്രം കുരുതി നടക്കുന്ന ഒരു ക്ഷേത്രം. അതിൻ്റെ നടയിലാണ് ഞങ്ങൾ പോയി ബസ്സിൽ ഇറങ്ങുന്നത്. ആ രാത്രി വിജനമായ സ്ഥലത്ത് ബസ്സിൽ ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്തിരുന്ന പരിചയമില്ലാത്ത ആ മനുഷ്യനും ഞങ്ങൾ ഇറങ്ങിയ സ്റ്റോപ്പിൽ തന്നെ അദ്ദേഹവും ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ക്യാഷ് ബാഗ് ഉണ്ടായിരുന്നു. ആ ക്യാഷ് ബാഗിലേക്കായി ഞങ്ങളുടെ നോട്ടം. ആ ബാഗിൽ എന്തായിരിക്കും, അദ്ദേഹത്തിൽ നിന്ന് അത് കവരണം എന്നുള്ള ഏക ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. ആ സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നു, തണ്ണീർപന്തൽ എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പാണ്. ആ സ്റ്റോപ്പിൽ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഈ ക്യാഷ് ബാഗ് കവരുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ബാഗിൽ എന്താണ് ഉള്ളതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അത് കവരുന്നതിനിടയിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കഠാര 3 പ്രാവശ്യം ആ മനുഷ്യൻ്റെ കഴുത്ത് അറ്റുപോയിരുന്നു. ആ മനുഷ്യൻ രക്തത്തിൽ കുളിക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഞാൻ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ബാഗ് കവർന്നു. 1/2 കിലോ വെള്ളി ആഭരണമാണ് ആ ബാഗിനകത്തുണ്ടായിരുന്നത്. വെള്ളി സ്വർണ്ണ ആഭരണങ്ങൾ പണയത്തിലെടുക്കുന്ന സ്ഥാപനമിട്ടിരുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം. അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് ഓടി. ഈ ക്യാഷ്, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളി ആഭരണം 1500 രൂപ, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന MC ഡുവാൾസിൻ്റെ 1 ലിറ്ററിൻ്റെ ഒരു പൈൻറ്റ്, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വാച്ച്, ഇത്രയും ഞങ്ങൾ കവർന്നുകൊണ്ട് അവിടെ നിന്ന് ഓടി ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ ക്യാഷും കവർന്നു അവിടെ നിന്ന് ഓടുമായിരുന്നു. ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, ഞങ്ങൾ ആ ദേശത്തു നിന്ന് അറിയുന്ന വാർത്ത, ഞാൻ ഉപദ്രവിച്ച മനുഷ്യൻ, അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, മുറിവേറ്റ് ഹോസ്പിറ്റലിലായി. ആ മനുഷ്യൻ ആ നാട്ടിലെ ഏറ്റവും വലിയൊരു റൗഡിയായിരുന്നു. അദ്ദേഹം റൗഡിയായി ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹം കൊലപാതകം ചെയ്ത് ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. ആ മനുഷ്യനെ ഞാൻ ഉപദ്രവിച്ചു എന്ന കാരണം കൊണ്ട് എല്ലാവർക്കും എന്നെ ഭയമായി. എനിക്ക് അങ്ങനെ പൂജാരി സാബു എന്ന പേര് ആ നാട്ടുകാർ എനിക്ക് നൽകുകയുണ്ടായി. പൂജാരി സാബു എന്നാണ് എന്നെ അവർ വിളിച്ചിരുന്നത്. അതിന് കാരണം, ഞങ്ങൾ ഈ മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ നടയിൽ വെച്ചാണ്. വർഷത്തിലൊരിക്കൽ മാത്രം കുരുതി നടക്കുന്ന ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യനെ കുരുതി കൊടുക്കുന്നതിന് തുല്യമായിട്ട് ആ മനുഷ്യൻ്റെ കഴുത്ത് ഞാൻ അറുത്തതുകൊണ്ട് എനിക്ക് പൂജാരി സാബു എന്ന് നാട്ടുകാർ പേര് വിളിച്ചു. എന്നെ നാട്ടിലെല്ലാവർക്കും ഭീതിയായി, ഭയമായി. ഒരു സ്ത്രീകൾ പോലും എൻ്റെ നേരെ നടന്നു വരുന്നതായി ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ നേരെ ഓടി വരുമ്പോൾ, എൻ്റെ നേരെ നടന്നു വരുമ്പോൾ എന്നെ കാണുന്ന ആളുകൾ ഓടി വരാണ്ടയിലോ ഏതെങ്കിലും വീടുകളിൽ കയറുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൂലിത്തല്ലുകാരനായി മാറി. കൊട്ടേഷൻ ടീം അംഗമായി ഞാൻ തീർന്നു. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അവിടുത്തെ പഞ്ചായത്തിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാൻ പോകുമ്പോൾ ഞാൻ അവരുടെ ഗുണ്ടയായിട്ട് കൂടെ പോകുമായിരുന്നു. അങ്ങനെ കൊട്ടേഷൻ ഞാൻ എടുത്ത് കൈ വെട്ടുകയും കാല് വെട്ടുകയും ചെയ്യുന്ന ഒരു രീതി എനിക്കുണ്ടായിരുന്നു. ആരെ കാശ് തന്നാലും തല്ലും, എവിടെ കയറിയും തല്ലും. അങ്ങനത്തെ ഒരു ജീവിത രീതിയായിരുന്നു എൻ്റേത്. ആരെയും ഭയമില്ലാത്ത ഒരവസ്ഥയായി, കാശിന് എന്തും ചെയ്യുവാൻ തുനിയുന്ന ഒരു മനുഷ്യനായി. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിനും ഞാൻ അടിമയായിരുന്നു. രാവിലെ 4 മണി മുതൽ ഞാൻ മദ്യപാനം തുടങ്ങും. വാറ്റ് ചാരായം വിൽക്കുന്ന ഒരു രീതി എനിക്കുണ്ടായിരുന്നു. ഒരു മനുഷ്യനെ ഭൂമിയിൽ നിന്ന് മാറ്റണം, ഒരു മനുഷ്യനെ അഥവാ കൊലപ്പെടുത്തണം എന്ന കൊട്ടേഷനാണ് എനിക്ക് കിട്ടിയത്. അത് മണ്ണാർകുടി എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് ആ കൊട്ടേഷൻ കിട്ടിയത്. കൊട്ടേഷൻ കിട്ടിയത് വീരമണി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ തകർത്ത് കളയാനാണ് എനിക്ക് കൊട്ടേഷൻ കിട്ടിയത്. എന്നാൽ ആ കൊട്ടേഷൻ ഞാൻ ഏറ്റെടുത്തു. ആ സമയത്ത് വീരമണി എന്ന് പറയുന്ന ഈ ആള്, അദ്ദേഹം ജയിലിലായിരുന്നു. തമിഴ്നാട്ടിലെ ജയിലിൽ കിടക്കുകയായിരുന്നു. ജയിലിൽ കിടക്കാനുള്ള കാരണം 3 കൊലപാതകങ്ങൾ ഈ മനുഷ്യൻ ചെയ്തിട്ടുണ്ട്. അതിന് ഈ മനുഷ്യനെ ജയിലിൽ ഇട്ടിരിക്കുമായിരുന്നു. ജയിലിൽ നിന്ന് ജാമ്യത്തിൽ പുറത്തു വരുമ്പോൾ ഇദ്ദേഹത്തെ വകവരുത്തുവാനായി അവിടെ ഞങ്ങൾ വീട് വാടകയ്ക്ക് എടുത്ത് താമസിച്ച് ഇദ്ദേഹത്തെ 6 മാസം ലൊക്കേറ്റ് ചെയ്ത് അവിടെ താമസിക്കുമായിരുന്നു. ഇദ്ദേഹം ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങി ഒരു ദിവസം സിനിമാ തിയേറ്ററിലുണ്ടെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു. സിനിമാ തിയേറ്ററിൽ ഈ മനുഷ്യനുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞു. എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. ഞാനും എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് നേരെ ഈ സിനിമാ തിയേറ്ററിൽ ഇദ്ദേഹത്തെ ആക്രമിക്കാനായി ചെന്നു. ഫസ്റ്റ് ഷോ സിനിമ കഴിഞ്ഞു. സെക്കൻഡ് ഷോ സിനിമയ്ക്ക് വേണ്ടി ആൾ നിൽക്കുന്ന സമയത്ത് ഈ വീരമണി ആ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി അദ്ദേഹം തിരിച്ച് തിയേറ്ററിനകത്തേക്ക് കയറാൻ ഒരുമ്പെടുമ്പോൾ എൻ്റെ കയ്യിലിരുന്ന ആയുധം ഈ മനുഷ്യൻ്റെ മേൽ ഉയർന്നു താന്നു. ഈ മനുഷ്യൻ നിശ്ചലനായി നിലംപരിച്ചായി താഴെ വീഴുന്നത് ഞാൻ നോക്കി നിന്നു. ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്തുമാത്രം ഉള്ളൂ എന്ന് എനിക്ക് അവിടെ വെച്ച് മനസ്സിലായി. പല ആവർത്തി എൻ്റെ ആയുധം ഈ ആളുടെ മേൽ ഉയർന്നു താണു. ഇദ്ദേഹം നിലത്ത് പിടയുന്നത് ഞാൻ കണ്ടു. അവിടെ നിന്ന് ഞാൻ ഓടി രക്ഷപ്പെട്ടു. അവിടെ ഞാൻ രക്ഷപ്പെടാൻ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത ലോകത്തെ പിടിച്ചടക്കിയ അലക്സാണ്ടറിനെ പോലെയായിരുന്നു. എന്തൊക്കെയോ നേടി എന്നുള്ള ഭാവം എനിക്കുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. അവിടെ നിന്ന് ഞാൻ ഓടി. എന്നെ ഈ കൃത്യം ഏൽപ്പിച്ച എൻ്റെ സുഹൃത്ത്, ആ സുഹൃത്തിൻ്റെ അടുക്കൽ ഞാൻ ചെല്ലുകയുണ്ടായി. ആ സുഹൃത്തിനെ കാണാൻ ഞാൻ ചെല്ലുമ്പോൾ
ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ ഈ കൃത്യം നിർവഹിച്ചു എന്ന് പറയുമ്പോൾ അവൻ എന്നെ പ്രശംസിക്കുകയും എനിക്ക് വേണ്ടുന്ന സാമ്പത്തിക നന്മ തരുകയും എനിക്ക് മദ്യം വാങ്ങിച്ച് തരുകയും ഒക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാൽ എൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ഞാൻ ഈ വർത്തമാനം അവനോട് പറയുന്ന സമയത്ത്, അന്ന് ദുഷ്ട പാപി, നിന്റെ അമ്മ പ്രസവിച്ചതുപോലെ ഏതോ ഒരു അമ്മ പ്രസവിച്ചതല്ലേ, നിന്നെപ്പോലെ വേദന ഉണ്ടായിരുന്നില്ലേ, നിന്നെപ്പോലെ സ്വപ്നം ഉണ്ടായിരുന്നില്ലേ, നീ തകർത്ത് കളഞ്ഞല്ലോ എന്ന് അവൻ പറയുന്ന വാക്കുകൾ എൻ്റെ ഹൃദയത്തിൻ്റെ എവിടെയോ വല്ലാതെ ആഘാതമേൽപ്പിച്ചു. ഞാൻ അന്നു വരെ ഒരു മനുഷ്യനെ ഉപദ്രവിച്ച് കരഞ്ഞിട്ടില്ല. ഞാൻ മുന്നമേ നിങ്ങളെ ഓർമ്മപ്പെടുത്തി, 5 രൂപയ്ക്ക് വേണ്ടി മനുഷ്യ ശരീരങ്ങൾ കുത്തി ഞാൻ കീറിയിട്ടുണ്ട്. എനിക്കിതുവരേക്കും ഒരു മനുഷ്യനെ ഉപദ്രവിച്ചിട്ട് ഞാൻ കരയുകയോ എനിക്ക് പശ്ചാത്താപം ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല. എന്നാൽ എനിക്ക് ഈ മനുഷ്യൻ്റെ ഈ വാക്കുകൾ, എൻ്റെ സുഹൃത്തിൻ്റെ ഈ വാക്കുകൾ എൻ്റെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിച്ചു. സമാധാനമില്ലാത്ത മനുഷ്യനായി, സമാധാനമില്ലാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയായി. മദ്യപിച്ചാൽ എനിക്ക് സമാധാനമില്ല, മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ എനിക്ക് സമാധാനമില്ല. അതിന് ലഹരി തീരുന്ന സമയത്ത് എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കും. ഒരു ലഹരി പോകുമ്പോൾ ഞാൻ തിരിച്ച് സമാധാനമില്ലാത്തവനായി തീരും. കൂട്ടിലടച്ച വെരുകനെ പോലെയായി. കൊട്ടേഷനുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. ഇത് ചെയ്യാൻ ഞാൻ വൈമുഖ്യത കാണിക്കാൻ തുടങ്ങി. പക്ഷേ ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് എന്ത് പ്രയോജനമെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ആ സമയം വളരെ ദൈർഘിച്ചു പോയി എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം എൻ്റെ അമ്മ എവിടെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അമ്മയെ ഞാൻ കോയമ്പത്തിൽ ഉപേക്ഷിച്ചു പോന്നു. കോയമ്പത്തിൽ ഉപേക്ഷിക്കാൻ കാരണം അവിടെ വെച്ചൊരു മോഷണം നടത്തി. അതിൻ്റെ പേരിൽ നാട്ടുകാരെല്ലാം എൻ്റെ അമ്മയെ വല്ലാതെ ഉപദ്രവിച്ചു. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവിടെ നിന്ന് പിന്നീട് ഞാൻ എൻ്റെ അമ്മയെ അന്വേഷിക്കുമ്പോൾ എൻ്റെ അമ്മ അവിടെ നിന്ന് വീട് മാറിപ്പോയിരുന്നു. എവിടെയാണ് എൻ്റെ അമ്മ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ട മനുഷ്യനായി തീർന്നു. അതുപോലെ തന്നെ എൻ്റെ ജീവിതം തകർക്കപ്പെട്ട ഒരു നിലയായി എൻ്റെ ജീവിതം മാറിക്കഴിഞ്ഞിരുന്നു. ഞാൻ അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഒരു നിലവാരമില്ലാത്ത മനുഷ്യനായി തീർന്നു. ഞാൻ എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയിരുന്നു. എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എൻ്റെ സമനില തെറ്റിപ്പോകുമെന്ന്. ഞാൻ റോഡിൽ നടക്കുന്ന ഭ്രാന്തന്മാരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ഞാൻ കുറേ നാളെ കഴിയുമ്പോൾ എൻ്റെ മാനസിക നില തെറ്റിയിട്ട് ഞാനൊരു ഭ്രാന്തനായി തീരുമെന്നാണ് ഞാനും കരുതിയിരുന്നത്. ഞാൻ അങ്ങനെ ട്രിവാൻഡ്രത്തിലേക്ക് തിരിച്ചു വന്നു, എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. മമ്മി എവിടെയാണെന്നുള്ള അറിവ് എനിക്കില്ല. താമസിക്കാൻ ഞങ്ങൾക്ക് വീടില്ല. ഞാൻ അങ്ങനെ ഒരു ഹോട്ടലിൽ ജോലിക്ക് കയറി. കുറച്ച് നാൾ അവിടെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ ഞാൻ നാടുവിട്ടു പോകാനുള്ളൊരു ശ്രമത്തിനിടയിലായിരുന്നു പുറത്തിലേക്ക് ഞാൻ ഇറങ്ങി വരുന്നത്, ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ക്യാഷിൻ്റെ കുറവ് എനിക്കുണ്ട്. എന്നാൽ അന്ന് ഞാൻ ട്രിവാൻഡ്രത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ, അട്ടക്കുളങ്ങരയിലാണ് സബ് ജയിലുള്ളത്. ആ സബ് ജയിലിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ ഞാനിങ്ങനെ ജയിലിൻ്റെ മതിൽ നോക്കുമായിരുന്നു. ജയിലിൻ്റെ ഹൈറ്റായിട്ടുള്ള വാളി നോക്കിയിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, തമിഴ്നാട്ടിലുള്ള ജയിലിൽ കിടന്നിട്ടുണ്ട്, കേരളത്തിലുള്ള ജയിലിൽ കിടന്നിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, കേരളത്തിലുള്ള ജയിലിൽ മാത്രമാണ് ഞാൻ കിടക്കാത്തത് എന്ന് ചിന്തിച്ചു. എന്നാൽ അന്ന് തന്നെ മറ്റൊരു കേസിൽ എന്നെ പിടിക്കുകയും ആ കേസിൽ എന്നെ ചാർജ് ചെയ്ത് തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങര സബ് ജയിലിലേക്ക് ആ ആഴ്ചയിൽ തന്നെ എന്നെ കൊണ്ടുവരികയും ചെയ്തു. ഒരു വല്ലാത്തൊരു സംഭവമായിരുന്നു. ഞാൻ അങ്ങനെ അട്ടക്കുളങ്ങര സബ് ജയിലിൽ 3.5 മാസത്തോളം റിമാൻഡിൽ കഴിഞ്ഞു. എന്നെ വന്ന് കാണാനോ എന്നെ പുറത്തെടുക്കാനോ ജാമ്യത്തിൽ കൊണ്ടുവരാനോ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങര സബ് ജയിലിൽ കഴിയുന്ന സമയത്ത് പഴയ കൂട്ടുകാരിൽ ഒരാൾ, എൻ്റെ സ്നേഹിതന്മാരിൽ ഒരാൾ ഒരു കേസിൽ പിടിക്കപ്പെട്ടു. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് സബ് ജയിലിലേക്ക് അദ്ദേഹം വരികയുണ്ടായി. എന്നെ കണ്ടിട്ട് ചോദിച്ചു, നിൻ്റെ മമ്മി നിന്നെ അന്വേഷിച്ച് നടക്കുക, നീ ഇവിടെ ജയിലിൽ കിടക്കുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ അവനോട് പറഞ്ഞൊരു മറുപടിയുണ്ട്, എൻ്റെ മമ്മിയോട് ഞാൻ ഇവിടെ ആണെന്നുള്ള വിവരം പറയരുത്. കാരണം എൻ്റെ ഓർമ്മ വെച്ചത് മുതൽ എൻ്റെ മമ്മിക്ക് ഞാൻ സമാധാനം കൊടുത്തിട്ടില്ല. കാരണം എൻ്റെ മമ്മി ഒരുപാട് ടോർച്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, നാഗപട്ടണത്തിൽ ഞാൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഒരാളെ മൃഗീയമായി ഉപദ്രവിച്ചതിൻ്റെ പേരിലാണ് എന്നെ ജയിലിൽ, അവിടെ റിമാൻഡിൽ എന്നെ പ്രതിയാക്കി അവിടെ ഇടുന്നത്. ഞാൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ മമ്മിക്ക് എന്നെ പുറത്തെടുക്കാൻ കാശില്ലാത്തതുകൊണ്ട്, ജയിലിൽ നിന്ന് ജാമ്യത്തിലെടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് മമ്മി വേളാങ്കണ്ണി പള്ളിയുടെ മുമ്പിൽ ചെന്ന് ഭിക്ഷ എടുക്കുകയാണ് ഉണ്ടായത്. തലയിൽ തുണിയിട്ട് കാണാതെ വണ്ണം മുന്താണിയുടെ ഒരറ്റം നീട്ടി ഭിക്ഷ എടുത്തു. അതെൻ്റെ ഓർമ്മയിൽ വന്നു. അങ്ങനെ മമ്മി ക്യാഷ് ഉണ്ടാക്കിയിട്ട്, ബസ്സിന് ക്യാഷ് ഉണ്ടാക്കി നാട്ടിൽ വന്നു. മമ്മിയുടെ റിലേറ്റീവ്സൊക്കെ കുറച്ച് ഹൈഫൈ ഫാമിലിയാണ്. അവരുടെ അടുത്തൊക്കെ വന്ന് പറഞ്ഞു, എൻ്റെ മോൻ ജയിലിലാണ്, എൻ്റെ മോനെ പുറത്തിറക്കാൻ കാശ് തരണം. അപ്പോൾ റിലേറ്റീവ്സ് എല്ലാവരും ഒരുമിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, സാബു നന്നാവത്തില്ല, അവനങ്ങ് കളഞ്ഞേക്ക്. മമ്മിക്ക് അന്ന് യേശുവിനെ കുറിച്ചുള്ള വലിയ അറിവും ധാരണയൊന്നുമില്ല. കാരണം ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലാണ് എൻ്റെ മമ്മി ഞങ്ങളെ പഠിപ്പിച്ചതും മമ്മി ജീവിച്ചുകൊണ്ടിരിക്കുന്നതും. പക്ഷേ എന്നാൽ മമ്മി ഇങ്ങനെ പറഞ്ഞു, ഇല്ല എൻ്റെ മോൻ ഒരു ദിവസം നന്നാവും. ഞാൻ ആ ഭാഗം ഒന്ന് നിൽക്കാൻ താല്പര്യപ്പെടുവാണ്. നമ്മുടെ മക്കളെ നോക്കി വഴിതെറ്റി പോയാലും അവർ ഒരു നാൾ തിരിഞ്ഞു വരും.
പ്രത്യാശയുടെ നല്ല വാക്കുകൾ പറയുന്നത് ഏറെ ഉചിതമായിരിക്കും. എന്നാൽ ആ ജയിലിൽ കിടക്കുന്ന സമയത്താണ് ആദ്യം ഞാൻ ഒരു സുവിശേഷ ലഘുലേഖ വായിക്കുന്നത്. ക്യാൻ യു ഗിവ് മീ പീസ്? എനിക്ക് അവരോട് ചോദിക്കണമെന്നുണ്ട്. അപ്പം ഞാൻ തന്നെ മറുപടി കണ്ടെത്തും. മനുഷ്യർക്ക് ആർക്കും സമാധാനം തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയിൽ പോകാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആദ്യമായിട്ട് എൻ്റെ മമ്മി എന്നെ പുറത്തിറക്കിയത് കൊണ്ട് ഞാൻ ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പോയിരുന്നു. ചർച്ച് ഓഫ് ഗോഡിൽ ആ പള്ളിയിൽ പുറകിൽ പോയിരുന്നു. എന്നാൽ എനിക്ക് അവിടെ ഇരിക്കാനുള്ള ഒരു മനസാന്നിധ്യം ഉണ്ടായിരുന്നില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഞാൻ തിരിച്ച് അവിടെ നിന്ന് പുറത്തിറങ്ങി തിരിച്ച് എൻ്റെ വഴികളിൽ തന്നെ ഞാൻ ജീവിച്ചു. കോവളത്ത് ഞാൻ സ്റ്റോൺ കാർവിങ്ങിൻ്റെ ബിസിനസ് തുടങ്ങി. സ്റ്റോൺ കാർവിങ്ങിൻ്റെ ബിസിനസ് എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മഹാബലിപുരത്തു നിന്ന് വിഗ്രഹങ്ങളെ കൊണ്ടുവരും. നടരാജ വിഗ്രഹം, ബുദ്ധ വിഗ്രഹം, പിന്നെ കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന ചിലുമ്പ്, ഇതെല്ലാം അവിടെ നിന്ന് കുറഞ്ഞ റേറ്റിന് കിട്ടും. അതിവിടെ കൊണ്ടുവന്ന് ഫോറിനേഴ്സിന്, സായിപ്പന്മാർക്ക് വിൽക്കുന്നതായിരുന്നു എൻ്റെ ജോലി. അതിലൂടെ വൻ ലാഭം എനിക്ക് കിട്ടി. എന്നാലും ആ ലാഭം എൻ്റെ ദുർമാർഗമായ ജീവിതത്തിന് മതി വരാത്തത് കൊണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ബോംബെ പോകാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തു. എനിക്ക് തോന്നുന്നു 1996 ഈ സംഭവം നടക്കുന്നത്. ഏകദേശം തമിഴ്നാട്ടിൽ വരുന്നതും ഇതുമെല്ലാം അടുത്തടുത്ത കാലഘട്ടമാണ്. 96 തന്നെയാണ് ഈ കാര്യവും നടക്കുന്നത്. അപ്പോൾ 96 ഞാൻ ബോംബെയിൽ പോകാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പ്ലാൻ ഇട്ടു. ക്യാഷ് ഉണ്ടാക്കാനുള്ള ചില വഴികൾ ഞങ്ങൾ ഇങ്ങനെ ആസൂത്രണം ചെയ്തു. ഒരു ദിവസം രാത്രി ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ട് മദ്യപിച്ചിട്ട് ട്രിവാൻഡ്രത്ത് AKG സെൻറ്ററിൻ്റെ അടുത്തുകൂടെ ബൈക്കിൽ വരുമായിരുന്നു. ബൈക്കിൽ AKG സെൻറ്ററിൻ്റെ അടുത്തെത്തിയപ്പോൾ എൻ്റെ സുഹൃത്ത് ചോദിച്ചു, നമ്മൾ ഇത്രയും സമയം ബൈക്ക് പോവുകയാണ്, ഇനി കാറിൽ പോയാൽ എന്താണ്? അപ്പോൾ പെട്ടെന്ന് അവൻ്റെ ആശയം എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ആ ബൈക്ക് അവിടെ എടുത്തു വെച്ചിട്ട് അവിടെ കിടന്ന് ഒരു കാറ് എടുത്തുകൊണ്ട് പോയി. ആ കാറ് ഞങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോവുമായിരുന്നു. ആ കാറിനെ ഞങ്ങൾ എടുത്തുകൊണ്ട് പോയി. ആ കാറ് ഞങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് വെച്ച് ഞങ്ങളും എൻ്റെ ഒരു 2 കൂട്ടുകാരും കൂടെ അതിൻ്റെ കൂടെ പിന്നീടാണ് അവരൊന്ന് ജോയിൻ ചെയ്തത്. അങ്ങനെ ഞങ്ങളെ കളിയിക്കാവളയിൽ വെച്ച് പോലീസ് പിടിച്ചു. പാറശാല സ്റ്റേഷനിൽ കേസ് എടുത്തിട്ട് തിരിച്ച് ഞങ്ങളെ ആ കേസിൽ പ്രതിയാക്കിയിട്ട് ഞങ്ങളെ സെൻട്രൽ ജയിലിൽ റിമാൻഡ് ചെയ്യാനിടയായി. അങ്ങനെ സെൻട്രൽ ജയിലിൽ ഞാൻ അവിടെ കഴിഞ്ഞു. സെൻട്രൽ ജയിലിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി, ജാമ്യത്തിൽ പുറത്തിറങ്ങി നാട് വിട്ട് തിരിച്ച് വീണ്ടും ഇവിടുന്ന് പോയി. തമിഴ്നാട്ടിൽ പോയി ഞാനൊരു 6 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ച് ഞാൻ നാട്ടിൽ വരുമ്പോൾ മമ്മി എന്നോട് പറയുകയാണ്, മോനെ LP വാറണ്ട് ആയിട്ടുണ്ട്, പോലീസ് എപ്പോൾ കണ്ടാലും നിന്നെ പിടിക്കും. ഈ വർത്തമാനം ഞാൻ കേട്ടു. ഈ ദിവസങ്ങളെല്ലാം എനിക്ക് സമാധാനമില്ലായിരുന്നു, ഉറക്കമില്ലായിരുന്നു. രാത്രിയിൽ 2 or 3 മണിക്ക് എൻ്റെ മദ്യത്തിൻ്റെയോ മയക്കുമരുന്ന് ഞാൻ ഉപയോഗിച്ചിരുന്ന ലഹരി തീരുമ്പോൾ എനിക്ക് ഉറക്കം നഷ്ടപ്പെടുമായിരുന്നു. പിന്നെ മറ്റൊന്ന്, എന്നെ സ്നേഹിക്കാൻ ആരുമുണ്ടായിരുന്നില്ല, എന്നോട് നന്നായി സഹകരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. സുഹൃത്തുക്കൾ എന്നോട് സ്നേഹിക്കുമെങ്കിലും എന്നെ അവർ കണ്ടിരുന്നത് ഒരു ഭീകരരൂപിയായിട്ടാണ് കണ്ടിരുന്നത്. തമിഴ്നാട്ടിൽ ഇരിക്കുമ്പോൾ പോലും എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ അന്ന് അവിടെ ചെയ്ത കൃത്യത്തിൻ്റെ ശേഷം എൻ്റെ കൂടെ ഒറ്റയ്ക്ക് വണ്ടിയിൽ യാത്ര ചെയ്ത് വിജനമായ സ്ഥലത്ത് വരുമ്പോൾ അവർ തമിഴ്നാട്ടുകാരാണ്. അവരിങ്ങനെ പറയും, സാബു 300 രൂപ പോക്കറ്റിൽ ഇருக்கு, എപ്പോൾ കേട്ടാലും കൊടുത്തിടേ, കഴുത്തിലെ കത്തിയെ വെച്ചാൽ അതിപ്പോൾ 300 രൂപ കയ്യിലുണ്ട്, അത് എപ്പോൾ ചോദിച്ചാലും തരാം, കഴുത്തിൽ കത്തി വെക്കരുത് എന്ന് എന്നോട് പറയുമായിരുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ സുഹൃത്തുക്കൾക്കോ സുഹൃത്തുക്കളുടെ പാരൻസിനോ ആർക്കും എന്നെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. എല്ലാവരും എന്നെ വെറുത്ത് ഇരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ ഈ ജയിലിൽ നിന്ന് ഇറങ്ങി എൻ്റെ മമ്മി പറഞ്ഞ LP വാറണ്ടാണ്, പോലീസ് എപ്പോൾ കണ്ടാൽ പിടിക്കുമെന്ന് പറഞ്ഞ ഈ സന്ദർഭം ഞാൻ ഇന്നും ഓർക്കുകയാണ്. ഒരു ദിവസം രാത്രിയിൽ മദ്യത്തിൻ്റെ ലഹരിയിലാണ്, എന്നാൽ എനിക്ക് ബോധമുണ്ട്, ഞാൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ബോധമുണ്ട്. അന്ന് രാത്രിയിൽ എൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ടായി, നന്നാകണം. ആ രാത്രി ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു, എനിക്ക് നന്നാകണം. അത് മമ്മി കേൾക്കുമ്പോൾ മമ്മിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ മമ്മി എന്നോട് ചോദിച്ചു, നീ മദ്യത്തിൻ്റെ ലഹരി പറഞ്ഞാണോ, ബോധത്തോടെ പറഞ്ഞാണോ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് നന്നാകണം, നന്നായിട്ട് ജീവിക്കണം. ഇത് കേൾക്കാൻ എൻ്റെ മമ്മി കാത്തിരിക്കുമായിരുന്നു. ഈ കാലഘട്ടത്തിനിടയിൽ വെച്ച് എൻ്റെ മമ്മി ചർച്ച് ഓഫ് ഗോഡിൽ പോവുകയും വിശ്വാസ സ്നാനം സ്വീകരിച്ചു. യേശുവിനെ രക്ഷകനായി എൻ്റെ മമ്മി സ്വീകരിച്ചിരുന്നു. പരിശുദ്ധാത്മ അഭിഷേകവും എൻ്റെ അമ്മ പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ ആ വീട്ടിൽ താമസിക്കുവാൻ പോയി. ഞാൻ ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അതിനടുത്തുള്ള ഓലത്താനിയിലുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലേക്ക് എൻ്റെ മമ്മി ആ ചർച്ചിൽ പ്രാർത്ഥനയ്ക്ക് കൂടാൻ വേണ്ടിയിട്ട് പോവുണ്ടായിരുന്നു. ആ ചർച്ചിൽ ഒരിക്കൽ വന്ന ഒരു ദൈവദാസൻ അദ്ദേഹത്തിന് അനുഭവം പങ്കുവെച്ചു. തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിലിൽ വെച്ച് ഒരു കൊലക്കേസിൽ പ്രതിയായി യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ജസ്റ്റിസ് എന്ന് പറഞ്ഞ അമരവിളയിലുള്ള ഒരു സാർ, അദ്ദേഹം ആ സഭയിൽ വരികയും യേശു ക്രിസ്തു അദ്ദേഹത്തിന് ചെയ്ത അനുഭവങ്ങൾ വിവരിച്ചപ്പോൾ എൻ്റെ മമ്മി പോയിട്ട് പറഞ്ഞു, എൻ്റെ മകനും ഇതേ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാളാണ്, എൻ്റെ മകനോടും ഒന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷം പറയണം എന്ന് എൻ്റെ മമ്മി പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം വീട്ടിൽ വന്നു. ഞാനൊന്ന് ഒരു കൈലിയൊക്കെ കൊടുത്ത് വീട്ടിലിരിക്കുകയായിരുന്നു. അദ്ദേഹം എന്നെ കണ്ടിട്ട് പറഞ്ഞു, കയ്യിലിരിക്കുന്ന പ്രവൃത്തികളെല്ലാം ഉപേക്ഷിക്കണം, യേശുവിനെ നിങ്ങൾ സ്വീകരിക്കണം, ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് എന്താണോ കർത്താവിന് ചെയ്യാൻ അസാധ്യമായതൊന്നുമില്ല, എന്താണോ വേണ്ടിയത് കർത്താവ് അത് ചെയ്യും എന്നോട് ഇങ്ങനെ പറഞ്ഞു. എനിക്ക് അന്ന് ബൈബിൾ ഭാഷ എനിക്ക് നല്ല വശമില്ല, ബൈബിളിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല.
ഞാൻ അന്ന് അദ്ദേഹം പറഞ്ഞത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. അദ്ദേഹം പോകാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, യേശുവിനെ നിങ്ങൾക്ക് വേണം, ഇനി മുന്നോട്ട് പോകരുത്, യേശു നിങ്ങളെ പിടിക്കും. ഈ വസ്തുത പറഞ്ഞിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി. എനിക്ക് ബൈബിൾ ഭാഷ ഏറെ മനസ്സിലാകാത്തതുകൊണ്ട്, എനിക്ക് അന്ന് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം പറഞ്ഞതൊന്നും മനസ്സിലായില്ല. എന്നാൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, യേശുവിനെ അറിഞ്ഞാൽ എന്ത് കിട്ടും? അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് എന്നെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞു, എന്താണോ ജീവിതത്തിൽ ഇല്ലാത്തത് അത് യേശുവിനെ തരാൻ പറ്റും. ആ സന്ദേശം എൻ്റെ ജീവിതത്തിൽ വളരെ ശക്തമായ ഒരു ആലോചനയായിരുന്നു, ശക്തമായ ഒരു ദൈവിക സന്ദേശമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിരവധി പാപം ചെയ്തിട്ടുള്ള മനുഷ്യനാണ്, എൻ്റെ പാപം യേശു ക്ഷമിക്കുമോ? അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അത് യേശു തീർച്ചയായിട്ടും ക്ഷമിക്കും. പാപങ്ങളെ ക്ഷമിക്കുവാൻ യേശുവിന് കഴിയും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയുകയില്ല. അദ്ദേഹം പറഞ്ഞു മുട്ടുമടക്കിയിട്ട്, യേശുവേ ഞാനൊരു പാപിയാണ്, എൻ്റെ പാപം ക്ഷമിക്കണം എന്ന് പറയാനൊക്കത്തില്ലേ? എനിക്ക് സമാധാനം തരണമേ എന്ന് പറയാനൊക്കത്തില്ലയോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു തന്ന വാക്കുകൾ ഞാൻ മുട്ടുമടക്കി, അദ്ദേഹം ചൊല്ലിത്തന്ന വാക്കുകൾ ഞാൻ പറയാൻ തുടങ്ങി. നിമിഷ നേരത്തിനകത്ത് അതെത്ര സമയമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഉള്ളിൽ അന്നുവരെ ഞാൻ മദ്യത്തിലും മയക്കുമരുന്നിനും ലഭിച്ചിട്ടില്ലാത്തൊരു സമാധാനം, മതാലസകൾ എനിക്ക് ലഭിച്ചിട്ടില്ലാത്ത സമാധാനം, ഏറെ കാശ് എൻ്റെ കയ്യിലുണ്ടായിരുന്നിട്ടുണ്ട്. ആ സമയങ്ങളിൽ എനിക്കുണ്ടായിരുന്നിട്ടുള്ള സമാധാനങ്ങളെക്കാൾ വലിയൊരു സമാധാനം, അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത നിലകളിലുള്ള ആ സമാധാനം എൻ്റെ ഉള്ളിൽ യേശു അന്ന് തന്നു. യേശു ആ സമാധാനം തന്നപ്പോൾ ഈ സമാധാനം ലോകരോട് പറയണം. മദ്യത്തിന് അടിമകളായിരിക്കുന്നവരോട്, മയക്കുമരുന്നിന് അടിമകളായിരിക്കുന്നവരോട് യേശുവിന് തരാൻ പറ്റുന്ന സമാധാനം മറ്റ് യാതൊന്നിനും തരാൻ പറ്റുകയില്ല എന്ന് പറയാൻ ഇറങ്ങി പുറപ്പെട്ട ഒരാളാണ് ഞാനൊരു പാസ്റ്ററാകാൻ ഇറങ്ങി പുറപ്പെട്ട ആളല്ല. ജീവിത മാർഗത്തിന് വേണ്ടിയിട്ട് ഈ ഒരു മാർഗം തിരഞ്ഞെടുത്ത ആളുമല്ല. അന്ന് ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. 1998 ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു ഏപ്രിൽ മാസത്ത് സ്വന്തം രക്ഷകനായി സ്വീകരിച്ചു. ജൂൺ മാസം 14-ാം തീയതി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നെയ്യാറിൻ്റെ ശാഖയിൽ സ്നാനപ്പെടുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. അതിനുശേഷം 2000 ഞാൻ വിവാഹിതനായി. 2001 ഫെബ്രുവരി മാസത്ത് എനിക്കൊരു സഭയുടെ ചുമതലയും എനിക്ക് ലഭിച്ചു. നിരക്ഷരനായ എന്നെ ഇന്ന് ദൈവം വ്യത്യസ്ത നിലകളിലൂടെ നടത്തുന്നു. വ്യത്യസ്തമായ മേഖലകളിൽ എന്നെക്കൊണ്ട് കർത്താവ് ശുശ്രൂഷിപ്പിക്കുന്നു. ഇന്ത്യയുടെ പല ഭാഗത്തും പോകുന്നു. നോർത്ത് ഇന്ത്യൻ പ്രവർത്തനങ്ങളിൽ ഞാൻ ഏർപ്പെട്ടിരിക്കുകയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞു. എനിക്ക് 2 പെൺമക്കളെ ദൈവം തന്നു. ഇന്ന് മൂത്ത മകളുടെ പേര് സൽമ, അവൾ +2 കഴിഞ്ഞിരിക്കുന്നു. ഇളയ മകൾ ജമി, അവൾ 10th കഴിഞ്ഞിരിക്കുന്നു. 2 മക്കളെ എനിക്ക് തന്നു. ഞാൻ ഇന്ന് ജയിലിൽ സുവിശേഷകനായി പോകുന്നു. ഞാൻ അവിടെ പോകുമ്പോൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്, പണ്ട് 6-ാം നമ്പർ മുറിയിൽ കിടന്നവനെ ഇന്ന് ഈ മുറിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി പ്രസംഗിപ്പിക്കുന്നവനാണ് യേശു. എവിടെയെല്ലാമാണോ അന്ന് ഞാൻ താഴ്ത്തപ്പെട്ടതോ, എവിടെയെല്ലാമാണോ എന്നെ കൈക്കൊള്ളാതിരുന്നോ, ഇന്ന് ആ സ്ഥാനത്തെല്ലാം മാന്യതയുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയായി യേശുവിനെ അറിഞ്ഞതുകൊണ്ട് മാത്രം, യേശുവിലൂടെ രക്ഷ ലഭിച്ചതിലൂടെ മാത്രമാണ് ഈ സമാധാനം. ഞാൻ ഇത്രയും താണ നിലയിൽ എന്തിനാണ് ഈ സാക്ഷ്യം പറയുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടിയേ ഉള്ളൂ. ഈ നിലയിൽ ജീവിക്കുന്ന നിരവധി ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. എനിക്ക് നിങ്ങളോട് സന്ദേശം പറയുവാനുണ്ട്. ഏത് നിലയിൽ ജീവിച്ചിരുന്നാലും, ആരും സ്നേഹിക്കാനില്ലെങ്കിലും, ലോകത്തിൽ യാതൊന്നിനാലും സമാധാനം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്നെയും യേശുവിലൂടെ മാത്രമേ മാനവരാശിക്ക് സമാധാനമുള്ളൂ. പൂർവകാല പാപവഴികളെ ഉപേക്ഷിച്ച സാബു ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി ജീവിതം തുടരുന്നു. തന്റെ അനുഭവങ്ങളിലൂടെ അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുകയും സത്യദൈവത്തെ തിരിച്ചറിയുവാൻ അനേകർക്ക് മുഖാന്തരമായി മാറുകയും ചെയ്യുന്നു ഇന്ന് സാബുവിന്റെ ജീവിതം. ഇന്ന് സാബുവിന്റെ ജീവിതം ഒരു സമൂഹത്തിനാകെ പ്രചോദനമാണ്, മാതൃകയാണ്. ഒരു കാലത്ത് അന്ധകാരത്തിന്റെ ബന്ധനങ്ങളിൽ അഭിരമിച്ചിരുന്ന സാബു ലോറൻസിന്റെ ജീവിതം ഇന്ന് ക്രിസ്തുവെന്ന വെളിച്ചത്തിൽ തേജസ്സോടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. സാബു ലോറൻസ് തന്റെ ജീവിതം തുടരുകയാണ്. തന്റെ സാക്ഷ്യവും അനുഭവങ്ങളുമായി അനേകരിലേക്ക്. വിമോചിതരുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ